ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഖാലിദ് റഹ്മാന്റെ കഥയ്ക്ക് ഖാലിദ് റഹ്മാൻ, സതീഷ് രവി, ശ്രീനി ശശീന്ദ്രൻ എന്നിവർ തിരക്കഥ എഴുതി ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്ത 2 മണിക്കൂർ 19 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മലയാള സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് ആലപ്പുഴ ജിംഖാന. പോരെന്ന് പറഞ്ഞാൽ തീരെ 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 പോരെ. നിന്റെ സക്കറിയ ബസാറിന് വേണ്ടി, നമ്മുടെ ജിങ്കാനയ്ക്ക് വേണ്ടി ചാവണ്ടി വന്നാലും നീ ഇടിക്കൂലേ? ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം. പോയി വരുന്നത് ആംബുലൻസിലാണോ അതോ ചാമ്പ്യൻ ആയിട്ടാണോന്ന് നമുക്ക് കാണാം. ഈ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂർ 19 മിനിറ്റുമാണ്. ഈ വർഷം, അതായത് 2025 ഏപ്രിൽ 10 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. OTT-യിൽ, അതായത് സോണി ലിവില് 13th of June തൊട്ട് സ്ട്രീം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ മെയിൻ ആക്ടേഴ്സ് ആരൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ നെസ്ലിൻ ഉണ്ട്, ലുക്മാൻ, ഫ്രാങ്കോ ഫ്രാൻസിസ്, നോയല ഫ്രാൻസി, ഗണപതി ഉണ്ട് ഈ സിനിമയില്, ബേബി ജീൻ ഉണ്ട്, ശിവ ഹരിഹരൻ, ഷോൺ ജോയ്, കോട്ടയം നസീർ, നന്ദ നിഷാന്ത്, സന്ദീപ് പ്രദീപ്, അനഘ രവി, അബു സലീം, പിന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. അപ്പൊ ഈ സിനിമയിലെ മെയിൻ പ്ലോട്ട് എന്താന്ന് വെച്ചാൽ നെസ്ലിൻ ആൻഡ് ഫ്രണ്ട്സ് അവർ +2 തോക്കുകയാണ്. +2 തോറ്റു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി എന്തായാലും എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പൊ അവർക്ക് അടുത്ത വർഷം എന്തായാലും കോളേജിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അതിനായിട്ട് നല്ല മാർക്ക് വേണം. നല്ല മാർക്ക് ഇവർക്ക് കിട്ടും എന്ന് പോലും ഉറപ്പില്ല. ജയിച്ചാൽ തന്നെ ഭാഗ്യം എന്നുള്ള രീതിയിലാണ്. അപ്പൊ എങ്ങനെ കയറാമെന്ന് ആലോചിച്ചപ്പോഴാണ് സ്പോർട്സ് കോട്ടയിൽ എന്തായാലും കോളേജിൽ അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്പോർട്സ് ചൂസ് ചെയ്യണം, അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക, ഗ്രേസ് മാർക്കും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അതുമാതിരി തന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ എളുപ്പമായിരിക്കും എന്നൊരു തോട്ടിലാണ് അവർ വരുന്നത്. അപ്പൊ അങ്ങനെ അവർ എന്ത് സ്പോർട്ട് ചൂസ് ചെയ്യും എന്ന് ആലോചിക്കുകയും ഒരു സംഭവം ഉണ്ടാകുന്നു. ആ സംഭവത്തിന്റെ ഭാഗമായിട്ട് നെസ്ലിന്റെ ഐഡിയ ആണ് എന്താണ്, നമുക്ക് ബോക്സിങ് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും ഗ്രൂപ്പ് സ്പോർട്ട് എന്ന് പറയുന്ന കാര്യമല്ല, നമുക്ക് ഒന്നിനൊന്ന് ഇടിച്ചാൽ വരെ തൊലയ്ക്കാം, നമുക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും, നമ്മൾ ഭയങ്കര മിടുകന്മാരാണ് എന്നുള്ള രീതിയിൽ നെസ്ലിൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും കൂടി, ഈ നെസ്ലിനും തോറ്റ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ബോക്സിംഗ് പഠിക്കാമെന്ന് തീരുമാനിക്കുകയും ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ജിംഖാനയിൽ അവർ ജോയിൻ ചെയ്യുകയാണ്. അവിടുന്ന് അവര് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ലെവൽ ഇതൊക്കെ അവര് ഫൈറ്റിന് പോകുന്നുണ്ട്. അവരെങ്ങനെ ജയിക്കുവോ ഇല്ലയോ എന്താകും എന്നുള്ളതാണ് ഈ ഒരു കഥയുടെ ബേസ് പ്ലോട്ട് എന്ന് വെച്ചാൽ. കുഴപ്പമില്ലാത്ത ഒരു പ്ലോട്ട്, അത്രയ്ക്ക് ക്ലീൻ അല്ലാത്തൊരു സ്ക്രിപ്റ്റ്, വളരെ മോശം സ്ക്രീൻ പ്ലേ എന്നാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ സിനിമയിൽ ഞാൻ ആദ്യം ഫസ്റ്റ് ഷോട്ട് തൊട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ഒരു രീതിയിലാണ് ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നത്. 2 മണിക്കൂർ 19 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള ഒരു സിനിമയാണെങ്കിലും ഇതവര് ഒട്ടും ലാഗ് ഇല്ലാതെ ടപ്പ് നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടിരിക്കണം എന്നൊരു തോട്ടിൽ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഓരോ സീൻസ് ബൈ സീൻ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സ്പീഡിൽ, നമ്മൾ ആവശ്യത്തിനെക്കാട്ടി കൂടുതൽ സ്പീഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ. സ്റ്റാർട്ടിങ് ഫ്രം സിനിമാറ്റോഗ്രാഫർ ജിംഷി ഖാലിദാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത്. പുള്ളിക്കാരൻ തൊട്ട് എഡിറ്റർ നിഷാദ് യൂസഫ് വരെ എല്ലാവരും ഉറപ്പായിട്ടും ഭയങ്കര സ്പീഡിൽ നമ്മൾ ഒരു ഫിലിം എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു തോട്ടിന്റെ ബേസിസിലാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്കത് തോന്നുകയും ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡാണ്. നമുക്കിതൊരുമാതിരി 1.25x ഇട്ട് ഒരു സിനിമ കാണുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാര്യം അത്രയ്ക്ക് ആവശ്യമില്ലാതെ ഓരോ സീൻസിനും ഭയങ്കര സ്പീഡ് തോന്നി എന്നുള്ളതാണ്. അതുപോലെ തന്നെ മ്യൂസിക്, ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും ശരി, BGMs ഒക്കെ ആണെങ്കിലും ചിലയിടത്തൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലയിടത്ത് ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ ഫീൽ. ചില സ്ഥലങ്ങളിൽ വെറുപ്പിക്കൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സിനിമയിലെ മിക്ക പോർഷൻസിലും എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ ഒരുപാട് BGMസും കാര്യങ്ങളായിട്ട് ഒരു ഫാസ്റ്റ് മൂവിങ് ഒരു മൂവി അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് അവർ ചെയ്തത്. അവരുടെ ഒരു തോട്ടാണ്. പക്ഷെ അത് മീ ആസ് എൻ ഓഡിയൻ എനിക്കത് ഒട്ടും കൺവിൻസിങ് ആയില്ല. ഭയങ്കര ഓവർ ദ ടോപ്പ് എന്ന് പറയുന്ന ഒരു ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു. BGMs ആണെങ്കിലും കുറേ പരിപാടികൾ. ഇതിന്റെ വിഷ്വലൊക്കെ തന്നെ ആലപ്പുഴ ഉണ്ട്, കുറച്ച് ഭംഗിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവർ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഭയങ്കര പച്ചപ്പും ഹരിതാവും ആ ഒരു ലൈൻ പിടിച്ചിട്ടും ഇല്ല. കുറച്ചൊരു മോഡേണൈസ്ഡ് ഒരു ഫോമാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. 2 ദിവസം മുമ്പ് നമ്മൾ പടക്കളത്തിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരുപാട് ഇൻട്രൊഡക്ഷനോ പരിപാടികളൊന്നും ഇല്ല, സ്ട്രേറ്റ് ഇൻ ടു ദി പോയിന്റ് എന്ന് പറയുന്നത്. അതായത് സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതിലോട്ട് ടു ദ പോയിന്റ് എത്രയും പെട്ടെന്ന് എത്തുന്ന ഒരു രീതി. പടക്കളത്തിൽ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് അത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പക്ഷെ ഇതിലും അതുപോലെയാണ്, കറക്റ്റായിട്ട് സ്ട്രേറ്റ് ഇൻ ടു ദ പോയിന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ എടുത്തു വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കിതിൻ്റെ അകത്തുള്ള ഒരു ക്യാരക്ടർ പോലും പ്രോപ്പറായിട്ട് കണക്റ്റ് ആകില്ല എന്നുള്ളതാണ്.
ഒരു ക്യാരക്ടറിന് പോലും ഒരു ആത്മാവുണ്ട് എന്ന് തോന്നില്ല. അവർ അഭിനയിക്കുന്നു എന്നതിൻ്റെ അപ്പുറം ഇങ്ങനെ ഒരു ആക്ടേഴ്സ് അല്ല, ഇതൊരു ക്യാരക്ടേഴ്സ് ആണെന്നും അവരിങ്ങനെയുള്ള ആൾക്കാർ ഒരു സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നും മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സാധനം ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളത് ഓരോ ക്യാരക്ടേഴ്സ് ഫ്രം നെസ്ലിൻ്റെ ക്യാരക്ടർ തൊട്ടിട്ട് കോച്ച്, അതായത് ലുക്മാൻ ആണ് ഇതിൻ്റെ അകത്ത് കോച്ചായിട്ട് വരുന്നത്, ഒരു മെയിൻ കോച്ചായിട്ട് വരുന്ന ലുക്മാൻ ആണ്. ലുക്മാൻ്റെ സീനിയർ ആയിട്ടാണ് വരുന്ന കോട്ടയം നസീറിൻ്റെ ഒരു ക്യാരക്ടർ. അപ്പം ഇവരെ പഠിപ്പിച്ചു തുടങ്ങുന്ന കോട്ടയം നസീറാണ്. ഒരു ബോക്സിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ട ഒരു ബേസിക് നോളജ് ഉണ്ട് അബൌട്ട് ബോക്സിംഗ്. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ ഒരു സീൻ കാണിക്കുന്ന, സ്പോയിലർ വലിയ പരിപാടിയൊന്നുമല്ല, അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. ഇപ്പം നോർമൽ ഒരു ജാബ് അല്ലെങ്കിൽ ഒരു ക്രോസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിന് 1-2 എന്നുള്ളൊരു പേര് കൊടുത്തിട്ട് ഒരു മാസം ജാബ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. ഓട്ടം ജാബ് എന്നുള്ള രീതിയിൽ ഒരു മാസം കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ക്രോസ്, അതിന് 2 എന്നാണ് അവർ വിളിക്കുന്നത്. അവർ ജാബ് ക്രോസ് അങ്ങനെയുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, 1-2 എന്നാണ് യൂസ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം പോകുന്നു എന്ന് പറയുന്ന ഒരു കോച്ച്. അതും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വിവരം ഇല്ലാത്ത അല്ലെങ്കിൽ ബോക്സിംഗ് വേണ്ട, ഇത് ചുമ്മാ കാശിന് വേണ്ടി എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ഒരാളെ പഠിപ്പിക്കുന്നത് നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന അവർ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. ആ ഒരു കോച്ച്, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കോച്ച് ഒരിക്കലും 1-2 എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ അത് ഇറ്റ്സ് എ കോമ്പിനേഷൻ അല്ലേ, ബേസിക് കോമ്പിനേഷൻ ആണ്. എന്നാൽ പോലും എനിക്ക് ഒരുപാട് ബോക്സിനെ കുറിച്ച് നോളജ് ഉള്ള ഒരാളെന്നല്ല, ബേസിക് നോളജ് മാത്രമാണ് എനിക്കുള്ളത്. പക്ഷെ എനിക്ക് പോലും അത് കാണുമ്പോൾ ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ഒരു ഫീൽ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കോച്ച് ചെയ്യുന്ന ഒരു അറ്റ്ലീസ്റ്റ് ഒരു ജാബ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ക്വാളിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ, ഇവര് ബോക്സിംഗ് പഠിക്കാൻ പോകുന്ന ആലപ്പുഴ ജിംഖാനയിലെ മെയിൻ കോച്ച് എന്ന് പറയുന്ന ആളാണ് കോട്ടയം നസീർ. അപ്പോൾ കോട്ടയം നസീർ എന്താണ് അതായത് എന്നൊരു ജാബ് അവർ കാണിക്കുമ്പോഴത്തേനും ഇവര് കാണിക്കുന്ന, അതായത് കോട്ടയം നസീറിന്റെ ക്യാരക്ടർ കാണിക്കുന്ന ആ ഒരു ജാബിനെ കാട്ടി പെർഫെക്ഷൻ ഉണ്ട്. ബോക്സിംഗ് പഠിക്കാനായിട്ട് വന്നിട്ടില്ല, ഫസ്റ്റ് ഡേ ജാബ് ചെയ്യുന്ന നെസ്ലിൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു ക്വാളിറ്റി, അവർ നിൽക്കുന്ന ഒരു ഗാർഡ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അവരുടെ ഒരു ജാബ് ആണെങ്കിലും തന്നെ ഒരു ക്വാളിറ്റി തോന്നും. ബോഡി മൂവ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ പെർഫെക്റ്റ് ആണ്. പക്ഷെ കോച്ചിന് അത് അറിഞ്ഞൂടാ. അതെന്തോന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. മേ ബി ഇവർ ഉറപ്പായിട്ട് അതിന്റെ ട്രെയിനിങ് എടുത്തിട്ടുണ്ടാവും, ബോക്സിങ്ങിന്റെ ട്രെയിനിങ് എടുത്തിട്ടുണ്ടാവും. കാര്യം സെക്കൻഡ് ഹാഫിലുള്ള കുറച്ച് ഫൈറ്റും പരിപാടികളൊക്കെ ഉണ്ട്, ഗംഭീരമായിട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഒരു ബോക്സിംഗ് പഠിക്കാൻ പോകുന്ന ഒരാൾ അയാൾക്ക് വരുന്ന മിസ്റ്റേക്സ് കാണിക്കണം, എന്നാലേ നമുക്ക് അവരുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. നെസ്ലിൻ അതുപോലെ തന്നെ ബാക്കിയുള്ള സന്ദീപ് ആണെങ്കിലും ശരി, ഫ്രാങ്കോ, അതുപോലുള്ള എല്ലാവരും അവരുടെ മിസ്റ്റേക്സ് കണ്ട് വേണം നമ്മൾ അവർ ഡെവലപ്പ് ചെയ്യുന്നു നമുക്കൊരു ഫീല് കിട്ടണം. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സാധനമില്ല. ഡിസ്ട്രിക്ട് ലെവൽ ബോക്സിങ്ങിന് പോകുമ്പോഴത്തേനും അവരാകെ പഠിപ്പിച്ചിട്ടുള്ള 1-2, അതായത് എന്താ പറയുക, ക്രോസ് ആൻഡ് ജാബ് ആൻഡ് ക്രോസ്, ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇത് വെച്ചിട്ടാണ് അവർ തല്ലാൻ പോകുന്നത്. ഡിസ്ട്രിക്ട് ലെവൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞു കൊടുക്കാനുള്ള നോളജ് വേണം. എന്ത് കോച്ചൊന്നും വേണ്ടേ, ഒരാഴ്ച പോയാൽ തന്നെ ഒരു ഐഡിയ കിട്ടും. എന്തോന്ന് ക്രോസ് ഉണ്ട്, ജാബ് ഉണ്ട്, ഹുക്ക് അപ്പർ കട്ട് എന്നൊക്കെ പറയുന്ന സാധനം നെറ്റിലടിച്ചാൽ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് കിട്ടും. ബോഡി ഷോട്ട് എന്താണ്, എന്തൊക്കെയാണ് ലീഗൽ, എന്തൊക്കെ ലീഗൽ അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ. ഇതൊന്നുമില്ല, ചെല്ലുക ഇടിക്കുക, അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല എന്ന് പറയുന്ന രീതിയിൽ ഡിസ്ട്രിക്ട് ഗെയിംസിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ ട്രെയിനിലും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവിടെ ജയിക്കുന്നുണ്ട്. ജയിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ലുക്മാൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ നെസ്ലിൻ്റെ കുറച്ച് പ്രേമവും ബാക്കി ഫ്ലോട്ടിങ്ങും ബാക്കി പരിപാടികളൊക്കെ ആ ഒരു ലൈൻ കുറച്ച് ദൂരം പോകുന്നുണ്ട്. DJ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ബേബി ജീൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് ഇമ്മാതിരി വെറുപ്പിക്കണ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാണോ എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തగ్గടിക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ഒരുമാതിരത്തെ ഒരു ക്യാരക്ടർ. ഓക്കെ, കുഴപ്പമില്ല, പോട്ടേന്ന് വെക്കാം. അതുപോലെ തന്നെ കോമഡി പറയുന്ന ഒരു ചങ്ങായി ഉണ്ടല്ലോ, നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരില്ല, ആ പുള്ളിക്കാരൻ്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ താഴെ കമൻറ്റ് ചെയ്യുക. ആ പുള്ളിക്കാരനൊക്കെ വിളിച്ചു വരുത്തി, പുള്ളിക്കാരൻ ബോക്സിങ്ങിലുള്ള ഒരാളാണ് കേട്ടോ. അവനെ കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. ഇവിടെ എണ്ണ ഇതിൻ്റെ ഐഡിയ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒരു മിക്സ് ഓഫ് ബാഗ് എന്നൊക്കെ പറയുന്ന പോലെ ആൾക്കാരെയാണ് അവർ വേണ്ടത് ഈ ഒരു പരിപാടി പിടിക്കാൻ വേണ്ടി. പക്ഷെ ഓരോ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു ബേസ് ലൈൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ആ ഒരു ബേസ് ലൈനിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷെ ഇതിൽ ബേസ് ലൈൻ എന്ന് പറഞ്ഞ സാധനമില്ല. പലരും പല സമയങ്ങളിലും പല രീതിയിൽ പെരുമാറും. അപ്പോൾ നമുക്ക് ഇത് എന്തോന്നില്ല, ഈ ക്യാരക്ടർ ഇങ്ങനെ അല്ലല്ലോ എന്ന് തോന്നുന്ന കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അതുമാതിരി തന്നെയാണ് നെസ്ലിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും ശരി, ക്രിഞ്ച് തന്നെ. ചില സ്ഥലങ്ങളിൽ ചില ഡയലോഗും ചില സാധനങ്ങളും, ബോട്ടിലൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ബേബി ജീനൊക്കെ ആയിട്ടൊക്കെയുള്ള, പിന്നെ വേറെ പെങ്കൊച്ചൊക്കെ ആയിട്ടുള്ള. എൻ്റെ മോനെ അതൊക്കെ എങ്ങനെ എടുത്തു വെച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ഇതേപോലെയാണ് നെസ്ലിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ആവാറാകുമ്പോൾ 1-2 മോട്ടിവേഷൻ സാധനങ്ങളുണ്ട്. എന്തോന്ന് പറയാനളിയാ, ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം അത് കോമഡിയാണോ ഉദ്ദേശിച്ചത്, അതോ അത് പ്രോപ്പർ മോട്ടിവേഷൻ എന്ന രീതിയിലാണോ ഉദ്ദേശിച്ചത്? അതായത് ഇന്ന ക്യാരക്ടർ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, അത് നമുക്കത് ബിലീവബിൾ പരിപാടി വരുമോ വരൂലേ എന്നൊന്നും ഉള്ള വിഷയമല്ല. ഇങ്ങനെ ഒരു ക്യാരക്ടർ പറയും, അപ്പോഴത്തേക്കും മറ്റേ ക്യാരക്ടർ ആവേശം കയറി വരും, അത്രേ ഉള്ളൂ.
അതിൽ കൂടുതൽ ബിലീവബിൾ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ, അത് ഇമ്പാക്ട് ഉണ്ടോ എന്നുള്ളതൊന്നുമല്ല. മോട്ടിവേറ്റഡ് ആവും, അത്രേ ഉള്ളൂ. എന്ത് പറഞ്ഞിട്ടാണെന്നുള്ളത് വേറെ കാര്യം, മോട്ടിവേറ്റഡ് ആയിരിക്കും എന്ന രീതി എടുത്തു വെച്ചേക്കുന്ന ഒരു സീന്. ശോകം എന്നല്ലാതെ ഒന്നും പറയാനില്ല. കവി ഉദ്ദേശിച്ച മനസ്സിലായി, പക്ഷെ അത് എന്താണെങ്കിലും സ്ക്രീനിൽ വന്നിട്ടില്ല, കാണുന്ന നമുക്കൊട്ട് കണക്ട് ആവില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുപോലെ തന്നെ കിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമഡി അവർ വെച്ചിട്ടുണ്ട്. അത് ഐഡിയ മനസ്സിലായി, പക്ഷെ അങ്ങോട്ട് കണക്ട് ആവണ്ടേ. അതൊരുമാതിരി പഠിച്ചു വെച്ച് പറയുന്ന ഒരു ഫീൽ. അതായത് ഇതിന്റെ ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു സാധനം അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പല കാര്യങ്ങളിലോട്ട് പോവുകയും ആ ഒരു സിനിമ എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇറ്റ്സ് ലൈക്ക് ഇത് വേണം, ഒരു ഇൻട്രോ വേണം, ഒരു റൊമാൻസ് വേണം, ഒരു ചെറിയ കോഴിത്തരം വേണം, ചെറിയൊരു അടി വേണം, വേറെ ഇങ്ങനെ ഒരു സാധനം വേണം, ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, ക്ലൈമാക്സ് ഷുഡ് ബി ദിസ്, അതിനിടയിൽ ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തും എന്നുള്ളങ്ങനെ ഇതിപ്പോൾ എങ്ങനെ എത്തും എന്നാലോചിച്ചിട്ട് എന്നാൽ പിന്നെ ഇങ്ങനെ പിടിച്ച് അവിടെ എത്തിക്കാം എന്നുള്ള രീതിയിലായിപ്പോൾ. അതായത് നമ്മളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സീൻ അല്ലെങ്കിൽ ഒരു സിനിമ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ടുള്ള കുറേ ഇവൻറ്റ്സ് ഉണ്ട്. ഈ ഇവൻറ്റ്സ് എല്ലാം കൂടെ അവർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് ഒരു സാധനം ഔട്ട്പുട്ട് കൊടുത്തു എന്നതിൻ്റെ അപ്പുറം ഈ ഒരു സിനിമ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് തോന്നുകയില്ല. ഇറ്റ്സ് സെപ്പറേറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്ന സാധനം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സെപ്പറേറ്റ് ഇവൻറ്റ്സ് രസമുണ്ടോ കാണും ചിലയിടത്ത്? യെസ്, ഓഫ് കോഴ്സ് ഉണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ ഉള്ള ഇവരുടെ കുറേ ഫൈറ്റും പരിപാടികളൊക്കെ ഉണ്ട്. സ്റ്റേറ്റ് ലെവൽ ഒരു ചാമ്പ്യൻഷിപ്പിന് പോകുന്ന ഒരു ഇതാണ് ബേസിക്കലി സംഭവം. അവിടെ ചെന്ന് കുറേ ഇടി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ആ ഫൈറ്റിങ് കുറേ പരിപാടികൾ അടിപൊളിയായിട്ടുണ്ട്. എസ്പെഷ്യലി ഫ്രാങ്കോ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്, മുടി കളർ അടിച്ച് മാറ്റി ആ ഒരു പുള്ളി. എൻ്റെ മോനെ എന്നാ ഫൈറ്റ് എന്ന് പറയും. പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റിംഗ് ആണെങ്കിലും ശരി, കുറേ പരിപാടി ഡിഫെൻസ് ഒക്കെ ചെയ്യുന്ന കുറേ രസമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ആവശ്യമില്ലാത്ത കുറേ ഡയലോഗും കുറേ സാധനങ്ങളും ഒക്കെ അവർ ചുമ്മാ വാരി വെതറി ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ഒബ്വിയസ്ലി അത് ഇതിനെ കുറച്ചിട്ടേ ഉള്ളൂ. ഒരു സിനിമയുടെ ക്വാളിറ്റിയെ കുറച്ചു വന്നല്ലാതെ എലിവേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഡയലോഗിനും ചെറിയ മൈന്യൂട്ട് സീൻസിന് പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലുക്ക് മാൻ്റെ ക്യാരക്ടർ ഇത്രയും ഒരു പുഴുങ്ങിയ കോച്ചിനെ എൻ്റെ ജീവിതത്തിൽ മോനെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു നാഷണൽ പ്ലെയർ ആണ്. ലുക്ക് മാൻ ചെയ്യുന്ന ക്യാരക്ടർ ഒരു നാഷണൽ പ്ലെയർ ആണ്. ആലോചിച്ച് നോക്കുക, ബോക്സിങ്ങിന്റെ നാഷണൽ പ്ലെയർ. അതുപോലെ തന്നെ സൗത്ത് ഏഷ്യ കോമ്പറ്റീഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോച്ച്. ഈ കോച്ച് പിള്ളേരെ കൊണ്ടിട്ട് സ്റ്റേറ്റിൽ കൊണ്ടുപോവാണ്. സ്റ്റേറ്റ് കോമ്പറ്റീഷൻസിന് കൊണ്ടുപോയിട്ട് ഈ പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക്, അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ലുക്ക് മാൻ്റെ ഒരു ഇൻട്രോ പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ തന്നെ നമുക്ക് കയ്യിൽ നിന്ന് പോകും ഒരു കൂറ ഇൻട്രോ എന്ന് പോലും പറയാൻ പറ്റൂല പോട്ട്. അത് കഴിഞ്ഞിട്ട് ലുക്ക് മാൻ്റെ ഒരു വന്നിട്ടേ ബോക്സിംഗ് ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ കൊടുക്കുന്നു. നെസ്ലിന് രണ്ടൂന്ന് ഇടി ഇടിക്കുന്നു. ഒരു ഇടി ഇടിക്കുമ്പോൾ ബാഗ് പൊട്ടി താഴെ പോകും. അപ്പോഴത്തേന് എല്ലാവരും അടിപൊളി, ലുക്ക് മാനും അങ്ങനെ മിടുക്കൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്തൊരു സാധനം. എടാ, ഈ ഒരു കോച്ചിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുമാതിരി പുച്ഛഭാവം നമ്മളെ കാണിക്കുന്നുണ്ട്. അമ്മാതിരി പുച്ഛമാണ് ബാക്കി എല്ലാവരും. ലുക്ക് മാൻ്റെ ക്യാരക്ടർ ഈ ഒരു ഇടി ഇടിക്കുമ്പോൾ ഈ പഞ്ചിങ് ബാഗ് താഴെ വന്ന് വീണേ അണ്ണ ഇവൻ പുച്ഛിക്കണ്ട ഇടേ. ലുക്ക് മാൻ എന്ന് പറയുന്ന ക്യാരക്ടർ പുച്ഛിക്കണ ഇടേ ഏത് കെട്ടിയത് ഏതോ കിഴങ്ങൻ എന്ന് പറയാനുള്ള സ്ഥാനത്ത് ലുക്ക് മാൻ ഒരു ലുക്കുണ്ട്. അത് ലുക്ക് മാൻ്റെ കുറ്റമെന്ന് ഞാൻ പറയില്ല. എന്താണ് ലുക്ക് മാനോട് പറഞ്ഞിട്ടുള്ളത്, ലുക്ക് മാൻ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള കുറേ മിസ്മാച്ചസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് വന്നത് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് കൊണ്ടുപോയിട്ട് പിള്ളേർക്ക് അറ്റ്ലീസ്റ്റ് വെയിറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്താണെന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവന്മാരും മറ്റേ നല്ല ഫുഡൊക്കെ അടിച്ച് അവിടെ കോമ്പറ്റീഷൻ നടക്കുന്ന വെന്യൂവിൽ പോയിട്ട് നല്ലോണം ചാമ്പിയിട്ട് വെയിറ്റിംഗ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ ഓവർ വെയിറ്റും ബാക്കി പരിപാടികളും. എടാ അണ്ണ അപ്പോഴാണ് ഇവൻ പറയാം ഇങ്ങനെ ഒരു വെയിറ്റിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടർ ചോദിക്കുന്നത്, അല്ല നമ്മൾ ഡിസ്ട്രിക്റ്റിൽ കളിച്ചപ്പോൾ ആ സെയിം വെയിറ്റ് ക്യാരക്ടർ, അയ്യോ അതല്ല ഇത് വേറെ, ഇപ്പോൾ തൂക്കും. എടാ അണ്ണ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിന്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ നീ പറയണ്ടല്ലേ, ഈ ഒരു പരിപാടി ഉണ്ടാ മോനെ, നീ എന്ത് ചെയ്യണം, നിന്റെ വെയിറ്റ് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് മുമ്പ് ഡയറ്റ് പ്ലാൻ വേണം, അത് ഞാൻ സെറ്റ് ചെയ്ത് തരും, അതുപോലെയൊക്കെ ചെയ്യണം കഴിക്കണം എന്നൊക്കെ പറയാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഞണ്ണുന്നതുകൊണ്ട് ആ വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പോയിന്റ് സിസ്റ്റം, ബോക്സിങ്ങിൻ്റെ അകത്ത് പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പോലും പഠിപ്പിക്കാതെ തന്നെ സ്റ്റേറ്റിന് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു ഓഞ്ഞ ചോദ്യം, നീ ആദ്യം ഒരെണ്ണം കൊള്ളിക്കുക എന്നിട്ട് നമുക്ക് പോയിന്റ് സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കാം. എടാ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പുഴുങ്ങിയ കോച്ച് ഉണ്ടാവൂടെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പുഴുങ്ങിയ കോച്ചിനെ അറിയാതെ പോയിന്റ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെ പ്രോപ്പറായിട്ടുള്ള വെയിങ്, അതായത് എത്രയാണ് വെയിറ്റ് കാറ്റഗറി ഏതിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നൊന്നും പറയാത്ത ഏതെങ്കിലും ഒരു കോച്ച് വേണോ? അങ്ങനെ ഒരു കോച്ച് ഉണ്ടെങ്കിൽ അങ്ങനെ മനഃപൂർവ്വമായിരിക്കൂലേ? ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഭയങ്കര പാഷനേറ്റായിട്ട് ഇവന്മാരെയൊക്കെ പൊക്കിയെടുക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുള്ളൊരു കോച്ചായിട്ട് കാണിക്കും. ബേസ് ലൈൻ ക്യാരക്ടർ എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നേ ഇല്ല. പല നേരത്ത് പല രീതിയിലാണ് ലുക്ക് മാൻ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവന്മാരെ പടപ്പട നല്ല രീതിയിൽ ഓടിച്ചിട്ട് എന്താ പറയുക, പഴമൊക്കെ തൊലിച്ച് തിന്നാൻ പോകുമോ എന്തൊക്കെ പരിപാടിയൊക്കെ കാണിക്കണം. എടാ അമ്മാതിരി ഓടി ഒരുത്തൻ അവന് പച്ചവെള്ളം കുടിച്ചാൽ പോലും ചിലപ്പോൾ വാള് വയ്ക്കും. അങ്ങനെയുള്ള ഒരുത്തൻ ഒരിക്കലും ഒരു കടയിൽ നിന്ന് ഒരു പഴം എടുക്കില്ല ഉരിഞ്ഞ് തിന്നാൻ വേണ്ടിയിട്ടോ ബാക്കി പരിപാടികളോ.
അതുപോലെ തന്നെ ഒരു റൗണ്ട് എത്ര മിനിറ്റ് ആണുള്ളത്, ഓക്കെ, നിങ്ങളുടെ സ്റ്റാമിന എന്തോരം വേണം, എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്, ബോഡി ബിൽഡിംഗ് അല്ല നിങ്ങൾക്ക് വേണ്ടത്, എജിലിറ്റിയാണ് വേണ്ടത്, സ്പീഡാണ് വേണ്ടത്. ഒരു പയ്യൻ ബോക്സിംഗ് പഠിച്ച് തുടങ്ങുമ്പോഴത്തേന് അവന് കുറേ ഡൗട്ട്സ് ഉണ്ടാവും, അവൻ്റെ പോസ്റ്ററിൽ മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരു ഗ്രാജുവൽ പ്രോഗ്രഷൻ നമുക്ക് ഇതിൻ്റെ അത് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോട്ടയം നസീറിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇവർ പഠിക്കാൻ പോകുമ്പോൾ അവർ ചെയ്യുന്ന ഒരു ജാബ് അല്ലെങ്കിൽ ഒരു ക്രോസ് എന്ന് പറയുന്ന സാധനം കോട്ടയം നസീർ എന്ന കോച്ചിനെ കാട്ടി ഗംഭീരമാണ്. അവിടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, എന്താ അതിനെ പറയാ, ഗാർഡ് ഇങ്ങനെ പിടിക്കുമ്പോൾ അത് മാത്രം ഒന്ന് ഇങ്ങനെയാണെന്ന് പറയുന്നു എന്നതിൻ്റെ അപ്പുറം നമുക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല കോട്ടയം നസീർ എന്ന് പറയുന്ന ഒരു കോച്ചിനെ. അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ പ്രോഗ്രസ് കാണിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് മെയിൻ സാധനം ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു റാപ്പ്, ബോക്സിങ്ങിന് നമ്മൾ കൈ റാപ്പ് ചെയ്യും, ആ റാപ്പ് ചെയ്യുന്നതൊക്കെ തന്നെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സ്റ്റുഡൻറ്റിന്. അവനത് മര്യാദയ്ക്ക് റാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള എലമെന്റ്സ്. അതുപോലെ തന്നെ പഞ്ച് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നക്കിൾസിൽ വരുന്ന ഒരു തഴമ്പ് പരിപാടി ഉണ്ട്, അത് കാണിക്കാം, അവൻ്റെ പെയിൻ കാണിക്കാം, അവൻ്റെ സ്ട്രഗിൾ കാണിക്കാം, അവൻ ആദ്യമായിട്ട് പഞ്ച് ചെയ്യുമ്പോഴത്തേനുള്ള അവൻ്റെ ഡിഫറൻസ്, അവൻ പ്രോഗ്രസ് ചെയ്യുന്ന രീതി, പഞ്ച് ചെയ്യുമ്പോൾ എന്ത് വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഇതിനൊന്നും ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ചെറിയ 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 മൈന്യൂട്ടായിട്ടുള്ള സീൻസ് കാണിച്ചാൽ മതി. പക്ഷെ അത് കൊണ്ടുവരുന്ന ഒരു ബിലീവബിൾ ഫാക്ടർ ഉണ്ട്, അതാണ് നമുക്ക് റിയൽ ആണെന്ന് തോന്നിപ്പിക്കുക. ഈ ഒരു സിനിമ ഒരു 20 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 30 വർഷം മുമ്പ് എടുത്തു വെച്ച ഒരു സിനിമയാണെങ്കിൽ മേ ബി നമ്മളത് കണ്ട് എൻജോയ് ചെയ്താണ്. പക്ഷെ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ഇന്റർനാഷണൽ മൂവീസ്, ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ സ്പോർട്സ് ജോൺറ ആയിട്ടുള്ള ഒരുപാട് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിലൊരു സിനിമ നമ്മൾ കാണുമ്പോൾ ഒരിക്കലും കണക്റ്റ് ആവില്ല. ഇതിൻ്റെ ഇടയിൽ കുറെ കോമഡിയും മാരി വെതറിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ. അത് എന്തിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തിനാണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്താണെങ്കിലും അതും നല്ല ബോറായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ നോക്കിയപ്പോൾ ഇതിന് എല്ലാവരും ഗംഭീരപ്പെടാം, അസാധ്യപ്പെടാം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അമ്മാതിരി പെർഫോമൻസസ്, ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ് അമ്മാതിരി തള്ളു തള്ളിയിട്ടുണ്ട്. എന്നാണ് സെക്കൻഡ് ഹാഫിൽ ഓഫ് കോഴ്സ് യെസ് ബോക്സിംഗ് നന്നായിട്ട് അവർ കാണിക്കുന്നുണ്ട്, കുറേ നല്ല ഷോർട്സും സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബോക്സിംഗ് പരിപാടിയൊക്കെ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്, പേര് ഞാൻ മറന്നു, ആ പെൺകുട്ടിയുടെ ആ ഒരു സംഭവമാണെങ്കിൽ ശരി ബോക്സിംഗ് സ്റ്റൈൽ പരിപാടിയൊക്കെ തന്നെ രസമായിട്ട് വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞ സാധനം വേണ്ട ഈ ഒരു ടീമുമായിട്ട്, അതൊന്നും ഇല്ലാതെ ഒരു സിനിമ സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് ഒരു ഇതാണ് ബോക്സിംഗ് മാത്രം കാണാം, അത് മാത്രം വെച്ചൊരു സിനിമ ഇറക്കുന്നുണ്ടെങ്കിൽ അതിൽ ലൈക്ക് നിങ്ങൾ എന്തായാലും ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക, ബോക്സിംഗ് പരിപാടിയൊക്കെ രസമാണ് എന്ന് പറയും. ബോക്സിംഗ് മാത്രം, ബാക്കി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബോക്സിംഗ് എന്ന പരിപാടിയുടെ അപ്പുറം ഒരു സാധനം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ ഓരോ ക്യാരക്ടർ ആണെങ്കിലും ശരി, ബേസ് ലൈൻ ആണെങ്കിലും. പക്ഷെ എല്ലാ റിവ്യൂവേഴ്സും ഗംഭീര പടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ കൂടിയതാണോ എന്ന് എനിക്കറിയില്ല. സോണി ലിവിൽ വന്നപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ആ ഒരു സിനിമ കണ്ട, ഐ വാസ് ലൈക്ക് എക്സൈറ്റഡ് ടു വാച്ച് ദിസ് മൂവി. പക്ഷേ എൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ അപ്പുറം എനിക്കിതൊരു ആവറേജ് മൂവി അല്ലെങ്കിൽ ബിലോ ആവറേജ് മൂവി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബോക്സിംഗ് എന്ന് പറഞ്ഞ സാധനം മാത്രം, ട്രെയിനിങ് സെഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് അങ്ങനെ പരിപാടിയൊന്നുമല്ല, ലിറ്ററലി റിംഗിൽ നടക്കുന്ന ബോക്സിംഗ് എന്ന പരിപാടി മാത്രം നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഇറ്റ്സ് ഗുഡ് എന്ന് പറയാം. ഗംഭീരം എന്നല്ല, ചിലയിടത്തൊക്കെ ഗംഭീരം, ചിലയിടത്തൊക്കെ ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് എന്ന് പറയാം. ആ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞ പരിപാടി മാത്രം. അതല്ലാതെ അതിൻ്റെ പുറത്തുള്ള ഇവർ ആക്ടിങ് ആണെങ്കിലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും ശരി, എല്ലാം വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഗംഭീരപ്പെടാമെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമയ്ക്ക് എത്ര റേറ്റിംഗ് കൊടുക്കും ഓൺ 10 എന്നിടുക. ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാതാകുമ്പോഴത്തേനും ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേറെ ആർക്കെങ്കിലും ഈ ഒരു സിനിമ കാണണോ കാണണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ ബൈ.